അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 156 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മഹ് وأولئك هم المهتدون. ഉലൈക് ഇവിടെ ഹംസക്ക് ശേഷം വരുന്ന വാവിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഹർഫ് സായിദയായിട്ടുള്ള ഹർഫ്, ഒഴിവാക്കേണ്ട ഹർഫ്. ഇവിടെ ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വഴി തന്നെ ഹംസ വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചിരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അയിനിൻ്റെ മഹ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കാം. സ്വലവാതും മിർ റബ്ബിഹിം. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അതോടൊപ്പം തന്നെ ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. വാവിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത വൊമ്മ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇതാ ബൗന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നിട്ടുണ്ട്. തെൻവീനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാ ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള റോ വന്നു. നൂൻ സാക്കിനെ നമ്മൾ റോയിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ഒന്ന കൊടുക്കാതെ ഓതി കൊടുക്കുക. മിർ റബ്ബിഹിം വറഹ്മഹ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. റാ നായി പോകരുത്. വറഹ്മഹ്. ഹ മഹ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം തന്നെയാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ ശ്വാസം കിട്ടാതെയൊക്കെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. വറഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യരുത്. വറഹ്മ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ഹ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുഹ്തദൂൻ ഓതിപ്പോവരുത്. മുഹ്തദൂൻ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ഇന്ന സ്വഫ നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അതോടൊപ്പം തന്നെ ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. ഇസ്തിഅലാൻ്റെ ലെറ്ററും ഇത്ബാക്കിൻ്റെ ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഇസ്തിഅലാൻ്റെ ലെറ്ററായിട്ടുള്ള ഹ ഖൈൻ ഖാഫ് എന്നീ അക്ഷരങ്ങൾക്ക് കെസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സ്വാദ് വാദ് വാ വാ എന്നീ അക്ഷരങ്ങൾക്ക് നമ്മൾ കെസ്റയായാലും നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലാക്കുക കേട്ടോ. ഫ കൂടെ വന്നിട്ടുള്ളത് അലിഫ് മദ്ദാണ്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക, ഉയർത്തിയിട്ട് ഉച്ചരിക്കുകയും ചെയ്യുക കേട്ടോ. റോക്ക് സുക്കൂനും അതിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നാൽ റോ നമ്മൾ ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കുക. മറുവത്ത ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. താ എന്ന് പറയരുത്, ത. മറുവത്ത മിൻ ശആഇരില്ലാഹ്. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഷീനാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. മിൻ ഷായിരില്ല എന്ന് ഓതിപ്പോവരുത്. മിൻ ഷായിരില്ലാഹ്.
അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ ലക്ഷത്തിന് കെസ്ര വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ട് സിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഫമൻ ഹജ്ജൽ ബൈത അവഅതമറ ഫലാ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഫമൻ ഹജ്ജൽ ബൈത്ത്. ഹ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. വസത്തുൽ ഹൽക്കാണ് തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ട് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഹ നായി പോവരുത്. ഹ ഹജ്ജൽ ബൈത്ത്. ലാം പൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. യാനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അയിൻ പൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. റോ ഫത്തഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. റാ നായി പോവരുത്. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ജുനാഹ അലൈഹി. ഹ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഹ സൗണ്ടായി പോവരുത്. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. ശ്രദ്ധിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടും ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈഹി നായി പോവരുത്. അലൈഹി ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ ഇവിടെ ഹ സൗണ്ട് വരുന്നത് അക്സൽ ഹൽക്കാണ്. തൊണ്ടയുടെ അവസാന ഭാഗം. തൊണ്ടക്കുഴി എന്നൊക്കെ നമ്മൾ പറയാറില്ല. ആ ഭാഗത്തു നിന്നാണ് ഹ പുറപ്പെടുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹീ എന്ന് കൊടുക്കുക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാൻ അവിടെയും ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. അലൈ ഈ നായി പോവരുത്. അലൈഹി. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഒതുക്കൊടുക്കുക. ലയിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. യത്തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം നമ്മൾ തഫ്ഹീം ചെയ്യാനായിട്ട്. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും താഴെ ചുണ്ടിൻ്റെ ഉൾവശത്തെ നനഞ്ഞ ഭാഗവും ചേർന്നിട്ടാണ് ശ്രദ്ധിക്കുക. ബിഹിമ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.